ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈ സിറ്റിയും ഈസ്റ്റ് ബംഗാളും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഈ മത്സരത്തിൽ മുംബൈ സിറ്റിയെ വീഴ്ത്താൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിട്ടുണ്ട്. ഓസ്കാർ ബ്രൂസോണിൻ്റെ ഒരു മികവ് തന്നെയാണ് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ ടീമിനെ നല്ല രൂപത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. 8ാമത്തെ മിനിറ്റിൽ ബ്രാൻഡൻ ഫെർണാണ്ടസിലൂടെ മുംബൈ സിറ്റി ലീഡ് എടുക്കുകയായിരുന്നു. പക്ഷെ രണ്ടാം പകുതിയിലാണ് ഈസ്റ്റ് ബംഗാൾ തിരിച്ചു വന്നത്. 58ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി എസജാരി ഗോളാക്കി മാറ്റി. പിന്നീട് 71ാമത്തെ മിനിറ്റിൽ നന്ദകുമാർ ശേഖർ ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈസ്റ്റ് ബംഗാൾ ഈ മത്സരത്തിൽ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി പോയിന്റ് പട്ടികകൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന മുംബൈ സിറ്റി ഇപ്പോൾ 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം കുറച്ചു മുൻപ് 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈസ്റ്റ് ബംഗാൾ 10 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റ് നേടിക്കൊണ്ട് 1ാം സ്ഥാനത്താണ്. ജംഷഡ്പൂർ FC 11 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റ് നേടി 2ാം സ്ഥാനത്താണ്. മോഹൻ ബഗാൻ 9 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റ് നേടി 3ാം സ്ഥാനത്താണ്. പിന്നീട് FC ഗോവ വരുന്നു, 11 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുകൾ. മുംബൈ സിറ്റിക്കും 11 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുകളാണ് ഉള്ളത്. അങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് 1ാം സ്ഥാനം ഇപ്പോൾ മാറി മറിയുകയാണ്. ഈസ്റ്റ് ബംഗാളും ജംഷഡ്പൂർ FCയും മോഹൻ ബഗാനും FC ഗോവയും മുംബൈ സിറ്റിയുമെല്ലാം ഇപ്പോൾ 1ാം സ്ഥാനത്തിന് വേണ്ടി അഥവാ കിരീടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ ഒരൽപ്പം മുൻഗണനയുള്ളത് മോഹൻ ബഗാന് തന്നെയാണ്. ബാക്കിയുള്ള ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് മത്സരങ്ങളാണ് അവർ കളിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പോയിന്റ് പട്ടികയുടെ അവസാന സ്ഥാനത്തേക്ക് വരുമ്പോൾ മുഹമ്മദൻ SC തന്നെയാണ് പിറകിലുള്ളത്. 10 മത്സരങ്ങളിൽ നിന്ന് 3 പോയിന്റുകൾ. 10 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുകളുള്ള ഒഡീഷ FC 13ാം സ്ഥാനത്താണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 9ാം സ്ഥാനത്താണ്. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.